ന്യൂ ലെക്ചർ ഓൺ ഓപ്പൺ കോഴ്സ്. സോ ഈ ലെക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന സെക്ഷനിൽ ചില പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുക. Question: A tower is 100√3 meters high. Find the angle of elevation of its top from a point 100 meters away from its foot. So ഒരു ടവർ 100√3 മീറ്റർ ഹൈയിലുള്ള ഒരു ടവർ, ഒരാൾ ആ ടവറിൻ്റെ ബേസിൽ നിന്ന് 100 മീറ്റർ മാറി നിന്ന് ആ ടവറിൻ്റെ ടോപ്പിലേക്ക് നോക്കുന്നു. അയാൾ എത്ര ആംഗിളാണ്, അയാളുടെ ആംഗിൾ ഓഫ് എലവേഷൻ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. So first thing which we need to do is we need to figure this out. Okay, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫിഗർ വരയ്ക്കണം. So first it is given that the tower is 100√3 meters high and observer is of 100 meters distance. So we have to find this angle. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ തീറ്റയാണ്. ഇതാണ് അതിൻ്റെ ബേസ്, ഇതാണ് നമ്മുടെ ഒബ്സർവറിൻ്റെ പൊസിഷൻ, ഇതാണ് ടവറിൻ്റെ ടോപ്പ് പൊസിഷൻ. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബി എ സി എന്ന് പറഞ്ഞ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഈ സൈഡ് 100√3 ആണ്, ഈ സൈഡ് 100 ഡിഗ്രിയാണ്. സോ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ട്രിഗണോമെട്രിക് റേഷ്യോ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തന്നിട്ടുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ ഈസ് ആക്ച്വലി ടാൻ തീറ്റ. സോ വി ക്യാൻ ക്ലിയർലി റൈറ്റ് ഇറ്റ് ആസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ എ ബി. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്, അഡ്ജസൻറ്റ് സൈഡ് എ ബി ആണ്. ഇതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. ബി സിയുടെ ലെങ്ത്ത് 100√3, എ ബിയുടെ ലെങ്ത്ത് 100. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, നമുക്ക് 100 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ വി ഗെറ്റ് ദ ആൻസർ ആസ് √3 എന്ന് കിട്ടും. അപ്പോൾ ഇനി നോക്കേണ്ടത് ടാനിൻ്റെ ഏത് ആംഗിളിനാണ് √3 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ടാൻ 60 ഈസ് ആക്ച്വലി √3. സോ വിച്ച് മീൻസ് അവർ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. സോ ഇവിടെ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അദ്ദേഹം 60 ഡിഗ്രി ഹൈറ്റിലേക്കാണ്, 60 ഡിഗ്രി ആംഗിളിലാണ് ടോപ്പ് പൊസിഷനിലേക്ക് നോക്കുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് എ ലാഡർ ലീനിങ് അഗെയിൻസ്റ്റ് എ വാൾ ഈസ് 58 ഡിഗ്രി ആൻഡ് ദ ഫുട്ട് ഓഫ് ദ വാൾ ഈസ് 9.6 മീറ്റർ ഫ്രം ദ വാൾ. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ദ ലാഡർ. അതായത് ഒരു ഏണി ഒരു ഭിത്തിയിലേക്ക് ചാരി വെച്ചിരിക്കുകയാണ്. ആ ഭിത്തിയിലേക്ക് ചാരി വെച്ചിരിക്കുന്ന ആംഗിൾ ഓഫ് എലവേഷൻ ഈസ് ആക്ച്വലി 58 ഡിഗ്രിയാണ്. ആ ഭിത്തിയിൽ നിന്നും ഈ ഏണിയുടെ ബേസ് ഭാഗത്തേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 9.6 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഏണിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. സോ ലെറ്റ് us plot this. So this is the wall and this is the triangle which we need. So this is the ഈ ലൈനാണ്, ഈ സ്ലാൻഡഡ് ലൈനാണ് നമ്മുടെ ഏണി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി എ ബി സി. ഈ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് 9.6 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ഈ ആംഗിളാണ് 58 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ സി. ഓക്കെ, സോ നമുക്ക് എ ബി അഡ്ജസൻറ്റ് സൈഡുണ്ട്, ഹൈപ്പൊട്ടിന്യൂസ് ഉണ്ട്. എ സി ആണ് ഹൈപ്പൊട്ടിന്യൂസ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ. സോ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പൊട്ടിന്യൂസും കണക്ട് ചെയ്യുന്ന റേഷ്യോ ഈസ് ആക്ച്വലി കോസ് തീറ്റ. വി ഹാവ്
cos theta is equal to adjacent side, which is AB by AC. Here theta is actually 58 degree, that is cos 58 degree is equal to AB by AC. So AB തന്നിട്ടുണ്ട് 9.6 എന്ന് തന്നിട്ടുണ്ട്. So 9.6 divided by AC is equal to cos 58. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സിയുടെ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് എ സി ഈസ് ഈക്വൽ ടു, എ സി ഇവിടെ കൊണ്ടുവരുന്നു, കോസ് 58നെ താഴെ കൊണ്ടുപോകും. 9.6 ഡിവൈഡഡ് ബൈ കോസ് 58 ഡിഗ്രി. Cos 58 degree answer is actually 0.5299. So this is actually 9.6 divided by 0.5299 should be equal to 18.11 meter. So AC യുടെ length കണ്ടുപിടിച്ചു. AC യുടെ length is actually 18.11 meter ആണ് എ സി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ പ്രോബ്ലം. നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്, ഭിത്തിയിൽ നിന്നുള്ള ദൂരം വിച്ച് ഈസ് 9.6 മീറ്റർ, ആംഗിൾ ഓഫ് എലവേഷൻ തന്നിട്ടുണ്ട് വിച്ച് ഈസ് ആക്ച്വലി 58 ഡിഗ്രി. വി ഹാവ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലാഡർ വിച്ച് ഈസ് ദ ലെങ്ത് ഓഫ് എ സി. നൗ ദ റേഷ്യോ കണക്റ്റിംഗ് ആംഗിൾ, അഡ്ജസൻറ്റ് സൈഡ് ആൻഡ് ഹൈപ്പോട്ടിന്യൂസ് ഈസ് കോസ്. We found the value of cos 58 degree from the table. Then we substitute it to obtain the value of AC, the length of the ladder. Next question. A string of kite is 100 meters long and it makes an angle 60 degree with the horizontal. Find the height of the kite assuming that there is no slack on the string. ഒരു പട്ടം ആകാശത്ത് ബേസിൽ നിന്ന് 60 ഡിഗ്രി ആംഗിളിൽ 100 മീറ്റേഴ്സ് അകലെയാണ്. അങ്ങനെയാണെങ്കിൽ ബേസിൽ നിന്ന് അത് എത്രമാത്രം ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ പട്ടത്തിൻ്റെ മാക്സിമം നൂല് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു എന്നൂടെ കൺസിഡർ ചെയ്യും. സോ ഗിവൺ ദാറ്റ് ഇതുണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് വിത്ത് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഈസ് ആക്ച്വലി 100 മീറ്റേഴ്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, എത്ര അകലത്തിലാണ് പട്ടമുള്ളത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് എ ബി സി. സോ നമുക്ക് 90 ഡിഗ്രി ഇതാണ്, നമുക്ക് 90 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പോട്ടിന്യൂസ് തന്നിട്ടുണ്ട്. സോ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടിന്യൂസ് തന്നിട്ടുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് നോക്കേണ്ടത്, വിച്ച് ഈസ് ആക്ച്വലി സൈൻ. സോ ദ ആൻസർ ഈസ് സൈൻ 60 is actually equal to opposite side, that is BC divided by AC. And BC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ BC should be equal to AC into sin 60. So AC is equal to 100 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. സൈൻ 60യുടെ വാല്യൂ നമുക്കറിയാം, വിച്ച് ഈസ് ആക്ച്വലി √3/2. സോ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ദ ആൻസർ ഈസ് ആക്ച്വലി 50 √3 എന്ന് കിട്ടും. സോ ഈ ഹൈറ്റ് 50 √3 ആണ്. ഓക്കെ, ദിസ് ഈസ് ദ വേ ടു ഫൈൻഡ് ഇറ്റ്. സോ ഇങ്ങനെ ഈ ഈസിലി നമുക്ക് ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറ്റും, ആംഗിൾസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ദീസ് ആർ സം എലമെൻ്ററി പ്രോബ്ലംസ് in trigonometry. We will discuss further problems in the next live session.